ശ്രീ കെ വി ബിജു, കർഷക വേഷം കെട്ടിയ കലാപകാരികൾ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി തെരുവിൽ നടത്തുന്ന പ്രകടനങ്ങളാണ് ഈ കാണുന്ന സമരം എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി പറയുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സമവായ ശ്രമങ്ങളൊക്കെ നടക്കുമെങ്കിലും മറുഭാഗത്ത് ഈ സംഘടനകളെ അടിച്ച് ഒതുക്കി ഒരു ഭാഗത്ത് നിർത്താൻ ഒരു ന്യായം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല യഥാർത്ഥ കർഷകരല്ല എന്ന ഒരു വാദവും മുന്നോട്ട് വയ്ക്കുന്നു. ശ്രീ കെ വി ബിജു, അതിനുള്ള മറുപടി ആദ്യം താങ്കളുടെ. അല്ല, ഇതില് ഒരു കാര്യം, അദ്ദേഹം പല നുണകൾ കൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ മറച്ചു വെക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച നൺ പൊളിറ്റിക്കലിന്റെ ഭാഗമായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഇടതുപക്ഷ സർക്കാരിനെതിരെ കേരളത്തില് നെല്ലിന്റെ വില നൽകാത്തതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള സമരം, അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള മന്ത്രിയുടെ വീട്ടിലേക്കുള്ള സമരം, ഇങ്ങനെ നിരവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ഏറ്റവും വലിയ 4 സമരം നടത്തിയതും അത് ഞങ്ങളുടെ ഭാഗമായ ജഗജീത് സിംഗ് ദല്ലേവാളിന്റെ സംഘടനയാണ്. അദ്ദേഹം ഒരെണ്ണത്തിൽ 7 ദിവസം നിരാഹാരം കിടന്നു, ഒരെണ്ണത്തിൽ 11 ദിവസം നിരാഹാരം കിടന്നു. രണ്ടാമത്തെ 11 ദിവസം നിരാഹാരം കിടന്ന അതിന് നടത്തിയ പഞ്ചാബ് സർക്കാരുമായിട്ട് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരുടെ കർഷക സംഘടനകൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവരധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അവർ കർഷക ദ്രോഹികളായപ്പോഴാണ് ഞങ്ങൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്ന് എഴുതി കക്ഷി രാഷ്ട്രീയേതര സംയുക്ത കിസാൻ മോർച്ച എന്ന് തന്നെ കൂട്ടിച്ചേർത്തിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായ സംഘടനകളെ ഞങ്ങൾ നീക്കി നിർത്തിയത് ഞങ്ങളിൽ നിന്ന്. അപ്പോൾ അത് ഈ അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഒരിക്കലും ഗീബൽസിയൻ തന്ത്രം ഉപയോഗിച്ച് എന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള TP ജയചന്ദ്രനെ പോലെ ആളുകൾ മറച്ചു പിടിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യഥാർത്ഥ കർഷകരല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും ഈ BJP ഭരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് സമരത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും കർഷകദ്രോഹിയായിട്ടുള്ള ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഞാൻ നരേന്ദ്രമോദിയാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള എല്ലാ ഭരണാധികാരികളും ഉൽപാദന ചെലവ് കൂടുന്നത് കൊണ്ട് സ്വന്തം കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമതി തീരുവ കൂട്ടുകയാണ്. എന്നാൽ ഈ മോഡി സർക്കാർ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കുക. 2016 ഗോതമ്പിന്റെ ഇറക്കുമതി തീരുവ 10% കുറച്ചു. 2017 വെറും പൂജ്യമാക്കി. ആ സമയത്ത് 5.4 മില്യൺ ടണ്ണ് ഗോതമ്പ് വന്ന സമയത്ത് 4 സംസ്ഥാനങ്ങളിലെ ഗോതമ്പിന്റെ വിലയിൽ 30% കുറവാണ് ഉണ്ടായിരുന്നത്. തേങ്ങയുടെ വില കുറഞ്ഞു നമ്മുടെ കേരളത്തിൽ. അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? 2022 സെപ്റ്റംബർ മുതൽ പാം ഓയിലിന്റെയും അതുപോലെ തന്നെ ക്രൂഡ് പാം ഓയിലിന്റെയും ക്രൂഡ് സോയാബീൻ ഓയിലിന്റെയും ശുദ്ധീകരിച്ച സോയാബീൻ ഓയിലിന്റെയും ഇറക്കുമതി തീരുവ ഈ സർക്കാർ കുറച്ചു. ആസിയാൻ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തീരുവ ശുദ്ധീകരിച്ച പാം ഓയിലിൻ്റെത് 60%, ശുദ്ധീകരിക്കാത്തതിൻ്റെയും 45%. ശുദ്ധീകരിക്കാത്ത പാം ഓയിലിൻ്റെയും അതുപോലെ തന്നെ സൂര്യകാന്തി എണ്ണയുടെയും 5.5% ലോകത്ത് ഒരു രാജ്യത്തും വെക്കാത്ത അത്ര ഇറക്കുമതി തീരുവയായിട്ട് ഇവർ കുറച്ചു. അതുമാതിരി ശുദ്ധീകരിച്ച പാം ഓയിലിൻ്റെ അതുപോലെ തന്നെ സോയാബീൻ എണ്ണയുടെയും ഇറക്കുമതി തീരുവ 15.5% കുറച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റു രാജ്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു ഞാൻ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ചൈനയും അമേരിക്കയും ആയിട്ടുള്ള ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യ എണ്ണ ഉണ്ടാക്കാൻ പറ്റാത്ത രാജ്യമായ ചൈന അവരുടെ ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി തീരുവ കൂട്ടി. ആ സമയത്ത് അതല്ലാതെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്രേഡ് വാറിനുള്ളത് ലസൂൺ, അതായത് വെളുത്തുള്ളിയുടെ ഇറക്കുമതി തീരുവ അമേരിക്ക കൂട്ടി. ഇത് രണ്ടും ആ നാട്ടിലെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതാത് സർക്കാരുകൾ ചെയ്തതാണ്. ഇനി ഫ്രാൻസിന്റെ കാര്യം എടുക്ക്, അതുപോലെ തന്നെ ജർമ്മനിയുടെ കാര്യം എടുക്ക്. ഈ സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട ജർമ്മനിയും അതുപോലെ തന്നെ ഫ്രാൻസും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്വന്തം കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ നടപടികൾ എടുക്കുന്ന സമയത്ത് ഇവിടെ കർഷകദ്രോഹപരമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കർഷകരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ രാജ്യദ്രോഹി എന്നേ വിളിക്കുള്ളൂ. നിങ്ങൾ ഓരോ കാര്യത്തിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ കണക്ക് നിരത്തി പറയാൻ സാധിക്കും.
ഇത്ര രാജ്യദ്രോഹിയായിട്ടുള്ള, ഇത്ര കർഷക ദ്രോഹിയായിട്ടുള്ള ഒരു ഭരണാധികാരി ലോകത്ത് എവിടെയുമില്ല. അത്രയധികം തന്നെ കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. ഇനി ഓരോ കാര്യത്തിലും നിങ്ങൾ നോക്കുക, കോർപ്പറേറ്റുകളുടെ ഞങ്ങളുടെ ഒരു ഡിമാൻഡിൽ ഒന്നാണ്, അതായത് കർഷകരുടെ കടം എഴുതി തള്ളെന്ന് പറയാറില്ല. ഞങ്ങൾക്ക് കടം വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തുട്ടാ? ഇവർ ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ല. ആ വില കിട്ടാത്തത് കൊണ്ടാണ് കർഷകന് ഞങ്ങൾക്ക് ഉൽപാദന ചെലവിന് തത്തുല്യമായ വില കിട്ടാത്തത് കൊണ്ട്, ഞങ്ങൾക്ക് ലാഭമില്ലാത്തത് കൊണ്ട് കർഷകന് കടം വരുന്നു. അങ്ങനെ കർഷകന് കടം വരുന്നത് കൊണ്ടാണ് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. 2017 ഇപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം എങ്ങനെ 2017 ഇന്ത്യയിൽ 5004 കർഷകർ ആത്മഹത്യ ചെയ്തെങ്കിൽ 2022 ആയപ്പോൾ 10,000-ത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു. മുമ്പ് കൃത്യമായിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോ കൃത്യമായിട്ട് എല്ലാ വർഷത്തെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് അവർ ഇപ്പം നിർത്തിവെച്ചപ്പോൾ ഞങ്ങൾ രണ്ടാമത് ആവശ്യപ്പെട്ടിട്ട്, ഞാൻ ഈ അടുത്ത ദിവസം വെബ്സൈറ്റ് ചെക്ക് ചെയ്തല്ലേ രണ്ടാമത് ആവശ്യപ്പെട്ടു കർഷകർ ആത്മഹത്യയുടെ കണക്ക് പറയണമെന്നുള്ളത്. വസ്തുതകൾ മറച്ചു വെച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാം ഓയിലിന്റെ ഇറക്കുമതിയിലെ വലിയൊരു ശതമാനം ഇറക്കുമതി ചെയ്യുന്ന അദാനി എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയാണ്. അവരുടെ ബ്രാൻഡുകൾ എത്ര ഉണ്ട്? പാം ഓയിലും അതുപോലെ ഇൻഡസ്ട്രിയൽ എഡിബിൾ ഓയിൽ തന്നെ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉണ്ടാക്കാൻ, ബാക്കി കാര്യങ്ങളിലൊക്കെ. ഇതിന് സപ്ലൈ ചെയ്യുന്ന അവരുടെ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ ഇപ്പോൾ മുമ്പ് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിന് മുമ്പ് 1 ലിറ്ററിന്, അതായത് ഇറക്കുമതി ചെയ്യുന്നത് ടണ്ണേജിലാണ്, കിലോ ആയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്. ലിറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 90 ഗ്രാം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദാനിക്ക് പല കാരണങ്ങൾ കൊണ്ട് 4 രൂപ 10 പൈസ 1 ലിറ്ററിന് ലാഭം കിട്ടും. അത് വിട്ടിട്ട് ഇപ്പൊ 8 രൂപ 30 പൈസയാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്ന സമയത്ത് അവരുടെ കണക്ക് പ്രകാരം തന്നെ ലാഭം കിട്ടുന്നത്. അപ്പൊ ഞങ്ങളെ കൊന്നിട്ട് കർഷകന്റെ എല്ലാ താല്പര്യങ്ങളും ബലി കഴിപ്പിച്ചിട്ട് ഞങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അദാനിയും അംബാനിയും പോലുള്ള ആളുകളെ രക്ഷിക്കുന്നവരാണ്. ഇവരെങ്ങനെ രാജ്യസ്നേഹികളെന്ന് പറയാൻ പറ്റുക? ശരി, കോർപ്പറേറ്റ്